നമ്മുടെ ശ്രീനിവാസൻ മരിച്ചല്ലോ. അപ്പോൾ ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അദ്ദേഹം വന്നു. ഞാൻ ആ വീഡിയോസൊക്കെ ഇരുന്ന് ഇങ്ങനെ കാണുകയൊക്കെ ചെയ്ത്. അത് രസകരമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ കുറേ അറിയാലോ, ഓൺലൈൻ മീഡിയക്കകത്ത് കിടന്ന് കുരയ്ക്കുന്ന കുറേ പട്ടികളുണ്ടല്ലോ. കുറേ പട്ടികളെന്നേ ഞാൻ പറയത്തുള്ളൂ. ചുമ്മാ കഥ അറിയാതെ ആട്ടം കാണുന്ന കുറേ സഹാക്കളും അങ്ങനെ തന്നെ പറയും. കാരണം അദ്ദേഹം അവിടെ വന്ന് ഈ പറയുന്ന ദാൻ ശ്രീനിവാസൻ എണ്ണിച്ചില്ലെന്നുള്ളതാണ് ഇപ്പോഴത്തെ പരാതികൾ. ദാൻ എണ്ണിക്കോ വേണ്ടായോ ഇതൊക്കെ ദാനിൻ്റെ കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛനാണ് അവിടെ മരിച്ചു കിടക്കുന്നത്. അത്രത്തോളം ഒന്നും വരുത്തത്തില്ല ഈ പറയുന്ന കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി ആയാലും ആരായാലും ശരി. ഞാനൊരു കാര്യം തുറന്ന് പറയാം, നമ്മുടെ വോട്ട് കൊടുത്തിട്ടാണ് ഇവരൊക്കെ ആ ഒരു സ്ഥാനത്തിലോട്ട് എത്തുന്നത്. ജനങ്ങൾ വോട്ട് കൊടുത്തില്ലെങ്കിൽ അവരൊരു നേതാക്കന്മാരും ആകത്തില്ല, എവിടെയെങ്കിലും ചൊറിയും കുത്തി ഇരിക്കത്തേ ഉള്ളൂ. അത് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അപ്പം അദ്ദേഹം വരുമ്പോൾ എണ്ണിച്ച് കുമ്പിടണോ എന്നൊക്കെ പറയുന്നതോട് എനിക്ക് വലിയ യോജിപ്പില്ല. ഞാൻ അദ്ദേഹത്തിനെ കുറിച്ചൊരു നല്ല കാര്യം ആദ്യമായിട്ട് അങ്ങോട്ട് പറയാം. അദ്ദേഹം അവിടെ വന്ന് ദാനിനെ തൊട്ടെല്ലാം കഴിഞ്ഞിട്ട് ആ പറയുന്ന ശ്രീനിവാസിൻ്റെ മോൻ, അതായത് ദാൻ തന്നെ അമ്മയെ കാണിച്ചു കൊടുക്കുകയും ചെയ്ത് അവർ ചെറുതായിട്ടൊന്ന് എണ്ണിക്കുകയും ചെയ്ത് അത് കഴിഞ്ഞിട്ട് അവിടെ എനിക്ക് തോന്നുന്നു ദാനിൻ്റെ വൈഫാണെന്ന് തോന്നുന്നു അവിടെ നിൽക്കുന്നത്. അവരോട് അവിടെ ഇരിക്കാൻ അദ്ദേഹം പറയുക ചെയ്തത്. അദ്ദേഹത്തിൻ്റെ മാന്യത അയാൾ കാണിക്കുകയും ചെയ്തു. അദ്ദേഹം എണ്ണിക്കണോ വേണ്ടായോ, ദാൻ എണ്ണിക്കണോ വേണ്ടായോ ഇവിടുത്തെ നാട്ടുകാരല്ല തീരുമാനിക്കുന്നത്. കുറേ അവന്മാർ ഇതുപോലെ വന്നിട്ട് സോഷ്യൽ മീഡിയ വന്നിട്ട് ഇതങ്ങ് നിറഞ്ഞങ്ങ് കമൻ്റ് ഇടുന്നു. നാണവുമാനവും ഇല്ലാത്ത കുറേ അവന്മാർ. എടാ, നിങ്ങളുടെ പാർട്ടിയും കൂടെ നീയൊക്കെ കൂടെ പറയിപ്പിക്കാൻ വേണ്ടിയാണെന്ന് ഞാൻ പറയത്തുള്ളൂ. അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള രീതി. എണ്ണിക്കണോ വേണ്ടായോ കിടക്കുന്ന അവരുടെ അച്ഛനാണ്. ചിലപ്പോൾ അദ്ദേഹത്തിന് എണ്ണിക്കേണ്ടെന്ന് തോന്നിക്കാണും. ഒരു പക്ഷേ ആ സ്ഥാനത്ത് ഞാനാണെങ്കിൽ ചിലപ്പോൾ എണ്ണിക്കും. അതിപ്പോൾ എത്ര വലിയ ഇതാണെന്ന് പറഞ്ഞാലും എനിക്ക് എണ്ണിക്കാൻ തോന്നി ഞാൻ എണ്ണിക്കും. എൻ്റെ ഒരു സ്വഭാവം വെച്ചാൽ എണ്ണിക്കും. പക്ഷെ എൻ്റെ ശത്രു ആണെങ്കിൽ പോലും ഞാൻ എണ്ണിക്കും. നമ്മുടെ വീട്ടിൽ വരുന്ന ഒരു അതിഥിയാണ്, നമ്മൾ ആ രീതിയിലേ കാണത്തുള്ളൂ. പിന്നെ ചില ആൾക്കാർ പറയുന്നുണ്ട് അത് ചെയ്ത് തെറ്റാണ്. അത് വെച്ചിട്ട് അദ്ദേഹത്തിനെ ഇങ്ങനെ കുറ്റപ്പെടുത്താനും തെറി പറയാനും പോസ്റ്റ് ഇടാനും നിങ്ങൾക്ക് നാണവും മാനവും ഒന്നും ഇല്ലെന്നാണ് ഞാൻ ചോദിക്കുന്നത്. കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി വേണ്ടത് എണ്ണിച്ചില്ലെന്ന്. ഇവിടെ ആരും അടിമയല്ല, അതും കൂടെ ചിന്തിക്കണം. നമ്പർ 1 കേരളം എന്ന് പറയുന്നുണ്ടല്ലോ. ഇവിടുത്തെ അതേ ഒരു പനി വന്നാൽ നേരെ അമേരിക്ക പോകുന്ന ടീമാണ് നമ്പർ 1 കേരളം. ഓക്കെ, എന്തായാലും മറുനാടൻ ചാനലിൽ വന്നതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ഞാൻ വെച്ചുതരാം. മനുഷ്യൻ ഈ സ്റ്റേറ്റിന്റെ മുഖ്യമന്ത്രിയാണ്. ധ്യാൻ കുറച്ചുകൂടി മര്യാദ കാണിക്കണം. കേരളത്തിന് മുഖ്യമന്ത്രിയാണ് വന്നത്, ഒന്ന് എണീക്കാമല്ലോ. ശ്രീനിവാസൻ എന്നത് സെക്കൻഡാണ്. അദ്ദേഹം സംസ്ഥാന മുഖ്യമന്ത്രിയാണ്. ഇനി ആരുമല്ലെങ്കിൽ കൂടി ശ്രീനിവാസന്റെ മകൻ എഴുന്നേൽക്കാത്തത് വല്ലായ്മ സൃഷ്ടിച്ചു. അച്ഛൻ മരിച്ചാൽ വിഷമം ഉണ്ടാവും. എന്നാലും പാർട്ടി ഏതായാലും മുഖ്യമന്ത്രിയെ കാണുമ്പോൾ ഒന്ന് എഴുന്നേറ്റ് നിന്ന് കൊടുക്കണം. മുഖ്യമന്ത്രി അരികിലെത്തിയിട്ടും ഒന്ന് എണീറ്റ് നിൽക്കണം, മാന്യത കാണിക്കാമായിരുന്നു. എഴുന്നേറ്റില്ലെങ്കിൽ അദ്ദേഹം തോളിൽ കൈവച്ചപ്പോൾ കയ്യിൽ ഒന്ന് പിടിക്കാമായിരുന്നു ബഹുമാനസൂചകമായി. ഇത്രയും പ്രായമുള്ള ഒരാൾ വരുമ്പോൾ എണീറ്റ് നിൽക്കണം എന്ന് ഇനി ഏത് സ്കൂളിൽ പഠിക്കണം? അച്ഛൻ മരിച്ചാൽ വിഷമം ഉണ്ടാവും. ഏതായാലും മുഖ്യമന്ത്രിയെ കാണുമ്പോൾ ഒന്ന് എണീറ്റ് നിന്ന് കൊടുക്കും. ഇത്രയും പ്രായമുള്ള CM വരുമ്പോൾ എണീറ്റ് നിൽക്കണം എന്ന് ഇനി എന്ത് സ്കൂളിൽ പഠിക്കണം? മോശപ്പോയി, മാനസികാവസ്ഥ മാനിക്കുന്നു. എങ്കിലും കുറച്ചു വിനയമാകാമായിരുന്നു. കേരളത്തിലെ മുഖ്യമന്ത്രി സ്വന്തം അച്ഛനെ ഒരു നോക്ക് കാണാൻ വന്നപ്പോൾ ഒരു ബഹുമാനമൊക്കെ ആകാമായിരുന്നു. പാർട്ടി എന്തുമാകട്ടെ, വ്യക്തി ആരുമാകട്ടെ, കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന നിലയിൽ ആദരവ് നൽകി പെരുമാറണം. അതാണ് ശരിയായ രീതി. എണീറ്റ് നിൽക്കുകയൊന്നും വേണ്ട. മുഖ്യമന്ത്രി ആശ്വാസം എന്നൊന്ന് കൈ നീട്ടിയപ്പോൾ തിരികെ കയ്യിൽ ഒന്ന് സ്പർശിച്ചിരുന്നുവെങ്കിൽ ധ്യാൻ ഉണ്ടാകുന്ന മാനസിക ബലം വലുതാകുമായിരുന്നു. ലസിത പാലിക്കൽ അതിന് മറുപടി എഴുതി. ധ്യാൻ എണീറ്റില്ല മുഖ്യമന്ത്രി വന്നപ്പോൾ. അതാണിപ്പോൾ വിഷയം. അന്തങ്ങൾക്ക് അടിമകൾക്കും മരിച്ചു കിടക്കുന്നത് അദ്ദേഹത്തിന്റെ അച്ഛനാണ്. ആ അവസ്ഥയിൽ ഈ രീതിയിൽ ആർക്കും പെരുമാറാൻ കഴിയുള്ളൂ. അതിപ്പോ മുഖ്യമന്ത്രി ആയാലും പ്രധാനമന്ത്രി ആയാലും എല്ലാമായ വ്യക്തിത്വമാണ് ഇവിടെ വിടവാങ്ങിയിരിക്കുന്നത്. അദ്ദേഹത്തിന് അനുശോചനം അറിയിക്കാൻ കേരളത്തിലെ മുഖ്യമന്ത്രി പോയതിൽ സന്തോഷം. പിന്നെ സ്വന്തം പിതാവിന്റെ വിയോഗത്തിൽ മനസ്സ് പൊട്ടിയിരിക്കുന്ന ഒരു മകന് മുഖ്യമന്ത്രിയല്ല പ്രധാനമന്ത്രി വന്നാലും എങ്ങനെയെ പ്രതികരിക്കാൻ കഴിയും? അതിൽ സഖാക്കൾ കിടന്ന് മോങ്ങിട്ട് കാര്യമില്ല. മരിച്ചവരുടെ അടുത്തിരിക്കുന്ന റിലേറ്റീവ്സ് എഴുന്നേൽക്കാറില്ല. അതെല്ലായിടത്തും അങ്ങനെയാണ്. ഞങ്ങളെ ചിരിപ്പിച്ചതിനെ, ആ ചിരിയുടെ ചിന്തിപ്പിച്ചതിനെ ഓർത്തു വയ്ക്കാൻ മലയാളിക്ക് ഒരുപാട് ഓർമ്മകൾ തന്ന താങ്കൾ മടങ്ങുമ്പോൾ ഒരു കാര്യം തീർച്ചയാണ്, മലയാളത്തിന്റെ വെള്ളിത്തിരയിൽ ഒരു പ്രതിഭാസത്തിന്റെ അഭാവം ഉണ്ടാകും. ആരാൽ നികത്താനാവത്തൊരു വിടവ്. യഥാർത്ഥത്തിൽ മരിച്ചവരുടെ അടുത്തിരിക്കുന്ന ബന്ധു ഞാനാണെങ്കിൽ ഒരു പക്ഷേ ഇങ്ങനെ എണ്ണിക്കും. അത് വേറൊന്നും കൊണ്ടല്ല, ഇത് വരുന്ന ആരാണെങ്കിലും വീട്ടിൽ വരുന്നത്, ഇപ്പം മുഖ്യമന്ത്രി എന്നല്ല, എല്ലാവരും എനിക്ക് ഒരുപോലെ ഉള്ളു. വരുന്നവരുടെ എല്ലായിടത്തും ആ ഒരു രീതിയിൽ ഞാൻ ഇത് ചെയ്യത്തുള്ളൂ. ഓക്കെ, പിന്നെ ദാൻ അദ്ദേഹത്തിൻ്റെ ഇഷ്ടമാണ്. എണ്ണിക്കണോ വേണ്ടായോ കിടക്കുന്ന അദ്ദേഹത്തിൻ്റെ അച്ഛനാണ്. ഓരോരുത്തർക്കും ഓരോ സ്വഭാവങ്ങളാണ്, അത് മനസ്സിലാക്കണം. ഈ കമന്റ് ഇടുന്ന സഹാക്കന്മാരോടാണ് ഞാൻ ഈ പറയുന്നത്. ഓരോരുത്തർക്കും ഓരോ സ്വഭാവം. ഇപ്പം ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു, ഞാൻ വരുവാണെങ്കിൽ ചിലപ്പോൾ ഇത് ചെയ്യും. അതെൻ്റെ രീതി. പുള്ളിതായിട്ടുള്ളതുണ്ട്. ഇതിപ്പം ഒരുപാട് ആൾക്കാർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ അത് ഈ പാർട്ടിക്ക് തന്നെ ഒരു നാണക്കേടായിട്ട് വരും. ഇതൊന്നും ഒരു ചർച്ച ആക്കേണ്ട ഒരു കാര്യമല്ല. ചർച്ച ആക്കേണ്ട കാര്യമൊന്നുമല്ല. മീൻസ് ഈ കമന്റ് ഇട്ട് ഇങ്ങനെ വെറുപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല. അതുപോലത്തെ തെറിയുള്ള ആളുകൾ നിന്റെ പടം കാണത്തില്ല, അങ്ങനെയാണ് മറ്റാണ് മറിച്ചതാണ്. ഈ പറയുന്ന സർക്കാർ ഈ അടുത്ത സമയത്ത് മാണി പറഞ്ഞു കേട്ടല്ലോ, കിറ്റ് മേടിച്ച് നക്കിയിട്ട് വോട്ടും എല്ലാവർക്കും കൊടുത്തെന്ന്. എന്നിട്ട് നീയൊക്കെ ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുന്നതിൽ എനിക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ. അങ്ങനെ കുറേ ആൾക്കാർ
ഓക്കെ, എന്തായാലും നമുക്ക് ഒരു വീഡിയോ കൂടെ ഞാൻ വെച്ചുതരാം. ഒരു ചേട്ടന് നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട്, ആ ഒരു വീഡിയോ വെച്ചുതരാം. മലയാളത്തിന്റെ പ്രിയപ്പെട്ട സിനിമാ ഇതിഹാസം ശ്രീനിവാസന്റെ ഭൗതിക ശരീരം കാണാമെന്നതാണ് നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആ സമയത്ത് ശ്രീനിവാസന്റെ മകൻ ധ്യാൻ ശ്രീനിവാസൻ ബഹുമാനപൂർവ്വം എഴുന്നേറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് സോഷ്യൽ മീഡിയയിൽ ഒരു വിഭാഗം ആളുകൾ വളരെ മോശം രീതിയിൽ പ്രതികരിക്കുന്നത്. അതിനൊക്കെ വയസ്സായ ആളെങ്കിലും ബഹുമാനിച്ചുകൂടെ? ഇത് മുഖ്യമന്ത്രിയല്ലേ, മുഖ്യമന്ത്രി വന്നാൽ എഴുന്നേറ്റ് നിൽക്കണ്ടേ? അതായത് ശ്രീനിവാസന്റെ മകൻ ധ്യാൻ ശ്രീനിവാസൻ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണാലോ, അവിടെ തന്നെ ഇങ്ങനെ ഇരിക്കുന്നു. ആ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. അതിൻ്റെ അടിയിൽ മുഴുവനും ബോധമുള്ള സഖാക്കളല്ല. ഒരു സഖാവ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവന്റെ വേദന അറിയുന്നവനാണ് സഖാവ്. ആ സഖാവ് എന്നുള്ള വാക്കിനപ്പുറം കുറെ സോഷ്യൽ പോരാളികൾ, സോഷ്യൽ മീഡിയയിലെ സൈബർ പോരാളികൾ ഇതിൻ്റെ അടിയിൽ വന്നിട്ട് ഒരു പിതാവ് മരണപ്പെട്ട ഒരു ദുഃഖത്തിൽ നിൽക്കുന്ന ഒരു മകന്റെ വേദന പോലും മനസ്സിലാക്കാതെ ധ്യാൻ ശ്രീനിവാസനെ വളരെ മോശം ഭാഷയിൽ സംസാരിക്കാം. ഇവനൊക്കെ എന്ത് സഖാവാണ്? എന്താണ് ഇപ്പോൾ ഒരു മരണപ്പെട്ട വീട്ടിൽ പിണറായി വിജയൻ വന്നു കഴിഞ്ഞാൽ എല്ലാവരും അദ്ദേഹത്തെ തൊഴുകയോടെ സ്വീകരിക്കണം എന്നാണോ? ഓരോരുത്തരുടെ മനോവ്യാപാരങ്ങളെ കുറിച്ച് മനസ്സിലാക്കാനുള്ള ഒരു മിനിമം കോമൺ സെൻസ് എങ്കിലും ഇല്ലേ? അപ്പോൾ ഇത് ഒരു കൂട്ടം ആളുകൾ ഇതങ്ങോട്ട് വലിയ വിവാദമാക്കി മാറ്റണം. ഇങ്ങനെ ഇരുന്നിട്ട് ആണെങ്കിൽ എനിക്കൊരു വയസ്സായ ആളെ ബഹുമാനിച്ചൂറ, മുഖ്യമന്ത്രി അല്ലടാ, നീയൊക്കെ ശ്രീനിവാസന്റെ അങ്ങനെയാണ് ഇങ്ങനെയാണ്, എന്തൊക്കെ പുലഭ്യങ്ങളാണ്. പിന്നെ ശ്രീനിവാസൻക്കാണ് ചീത്ത കേൾക്കുന്നത്, ധ്യാൻ ശ്രീനിവാസനാണ്, നിന്റെ ഒന്നും സിനിമയിൽ ഒരു മനുഷ്യൻ കാണില്ല. എന്നിട്ട് എന്താണ്? അവിടെ എത്രയോ സിനിമക്കാരുണ്ട്, എത്രയോ രാഷ്ട്രീയക്കാർ വന്നിട്ടുണ്ട്, എത്രയോ പലവിധ മേഖലകളിലെ പല പ്രഗത്ഭരും അല്ലാത്തവരൊക്കെ വന്നിട്ടുണ്ട്. ഈ എല്ലാവരും വരുമ്പോഴും ഇങ്ങനെ ധ്യാൻ ശ്രീനിവാസൻ ഇങ്ങനെ എഴുന്നേറ്റിക്കണോ? അങ്ങനെയാണെങ്കിൽ അയാൾക്ക് അതിനുള്ള നേരമല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതൊന്നുമല്ല ബഹുമാനം എന്ന് പറഞ്ഞ ആളെ എഴുന്നേറ്റിക്കലൊന്നല്ല. റെസ്പെക്ട് ആ ധ്യാൻ ശ്രീനിവാസന്റെ ആ ബോഡി ലാംഗ്വേജിലുണ്ട്. പിണറായി വിജയൻ എന്ന് പറയുന്ന നമ്മുടെ നാടിന്റെ മുഖ്യമന്ത്രിയെ ബഹുമാനിച്ചിട്ടുണ്ട്. അതിലപ്പുറം നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി ബഹുമാനിക്കുന്ന ഒരു രീതി. ഇതിൻ്റെ ഒക്കെ പ്രശ്നം കിടക്കണത് എവിടെയെന്നറിയോ? ഇതൊക്കെ അനാവശ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യാൻ കൊടുക്കണ ഈ ചാനലുകാരാണ്. കുറേ യൂട്യൂബ് ചാനലുകളും മറ്റവരും ഉണ്ട്. ഇവരങ്ങോട്ട് വന്നിട്ട് ഓരോന്നങ്ങോട്ട് പിടിച്ച് കാണിക്കന്നെ. അത് കാണാനും അതിൻ്റെ അടിയിൽ അഭിപ്രായം പറയാൻ കുറേ സഖാക്കളും. ആദ്യം അത് നിർത്തലാക്കിയാൽ തന്നെ ഒരു ആശ്വാസമാവും. ഇങ്ങനെ ചില വീടുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കുറെ അമ്മമാരുണ്ട്. അമ്മമാർ വന്നപ്പോൾ എഴുന്നേറ്റുന്നില്ലല്ലോ. ആ സ്വഭാവമുള്ള ആളുകളാണ് സോഷ്യൽ മീഡിയയിൽ ഇത് കിടന്ന് കരയുന്നത്. എന്തായാലും എനിക്ക് ഈ വീഡിയോ കണ്ടിട്ട് പിണറായി വിജയനെ ധ്യാൻ ശ്രീനിവാസൻ ബഹുമാനിച്ചതൊന്നുമില്ല, അല്ലെങ്കിൽ അദ്ദേഹം വളരെ മോശമാക്കി എന്നൊന്നും തോന്നിയിട്ടില്ല. ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഉണ്ടെങ്കിലും നിങ്ങൾ, കാരണം നമ്മളൊക്കെ ഭക്ഷണം തിന്നുന്ന, അന്നം തിന്നുന്ന ബുദ്ധിയുള്ള ആളുകളല്ലേ. ഈ ചില സൈബർ പോരാളികൾക്ക് അത് മനസ്സിലാവില്ല. അവർ തിന്നുന്നത് വേറെന്തോട്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും. ഓക്കെ, ആ ചേട്ടൻ പറഞ്ഞ നിങ്ങൾ കേട്ടില്ലേ? ഈ ഒരു കാര്യത്തിന് മുഖ്യമന്ത്രി അങ്ങനെ കുറ്റപ്പെടുത്തുന്നൊന്നുമില്ല. അദ്ദേഹം അവിടെ ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കുറെ കുട്ടി സഹാക്കന്മാരാണ് ഈ കിടന്ന് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഈ ഓൺലൈനിൽ കിടന്ന് ഈ പാർട്ടിയും കൂടെ നാണം കെടുത്താൻ വേണ്ടി ഇതുപോലുള്ള കുറെ ആൾക്കാരുണ്ട്, ക്രിമി പിടിച്ചവന്മാർ. പിന്നെ ഇതുപോലെ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നവന്മാർ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇന്നൊരു അനുഭവം ഉണ്ടായിരുന്നു എനിക്ക്, കുത്തിത്തിരിപ്പിൻ്റെ ഉസ്താദന്മാർ. നമ്മളാ അയലത്തൂടെ പോയവന്മാർ പ്രശ്നം ഉണ്ടാക്കും, അത് കഴിഞ്ഞിട്ട് അങ്ങ് വളച്ചൊടിക്കും. നമ്മളിത് സത്യം പറയാലോ, നല്ലതെന്ന് വിചാരിക്കുന്നവന്മാരാണെങ്കിൽ ഇതിനേക്കാൾ ഏറ്റവും വലിയ കുഴപ്പക്കാർ. ആരെയും വിശ്വസിക്കരുത്, അവനവൻ്റെ കാര്യം നോക്കി പോവുക. കുറേ നാറികൾ, ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. ഇതുപോലെ വിവരം കെട്ട ഒരു പാർട്ടി, പണ്ട് എനിക്ക് പാർട്ടി ഭയങ്കര ഇഷ്ടമായിരുന്നു, ഓരോ വ്യക്തികളൊക്കെ. ഇപ്പോഴത്തെ അവന്മാർ മുടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതുപോലെ തന്നെ പാർട്ടിയെ മോശമാക്കാൻ വേണ്ടി കുറേ എണ്ണം കിടന്നിട്ട് ഒരു മരണവീട് അടയത്. എന്നിട്ട് അതിൻ്റെ താഴെ പോയി കമൻറ്റ്, അവനെ പ്രതിഷേധിക്കുന്നു, സിനിമ കാണത്തില്ല, നിനക്കൊക്കെ നാണം ഉണ്ടോടാ? ഇനിയെങ്കിലൊക്കെ ബോധം ഉദിക്കും.